പെണ്ണുങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഇന്നലെ ഒരു തുള്ളി ഉറക്കിയില്ല, പങ്കടന്ന് കീറ്റലായിരുന്നു, പച്ചപ്പാടും ബഹളവും എന്ന് പറയാറില്ല. അപ്പം കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കണം. അതിന് ബാങ്ക് കൊടുക്കാൻ വാപ്പാക്ക് അറിയണ്ടേ? വാപ്പാക്ക് ബാങ്ക് കൊടുക്കാൻ അറിയാൻ പറ്റില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ ഇല്ല കുല്യായിൽ കാഫിറിന് ഓതി പോലെയാണ്, മറങ്ങി നിൽക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിനപ്പുറത്തോട്ട് അറിയില്ല. ബാങ്ക് കൊടുക്കുമ്പോ ചിലപ്പോൾ ഇക്കാമത്തായി പോകും, ഇക്കാമത്ത് കൊടുക്കുമ്പോ ബാങ്കായി പോകും. ആ കോലത്തിലുള്ള ബാങ്കും ഇക്കാമത്തും, വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇക്കാമത്തും. കുട്ടി ജനിച്ചാൽ ഉടനെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ കൊടുക്കണം. കൊടുക്കുമ്പോ കുട്ടിയിൽ നിന്ന് പൈശാചികത മാറും, ഉറപ്പാണത്. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞ ഫത്ഹുൽ മുഈനിലുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുന്ന അല്ലാഹുവിന്റെ ഇനീഷ്യലാണത്. നമുക്കൊക്കെ ഇനീഷ്യൽ ഉണ്ടാവും, പേരിനോടൊപ്പം എം അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ എ ഇങ്ങനെയൊക്കെയുള്ള ഇനീഷ്യൽ ഉണ്ടാവും. ഒരു പ്രാവശ്യം എന്തോതണം? സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. മാത്രമല്ല വലത്തെ കാതിൽ തന്നെ ഓതണേ. സൂറത്തുൽ ഖദർ പാരായണം ചെയ്യണേ. എത്ര വയസ്സ് ജീവിച്ചാലും ആയുസോളം പരിപൂർണമായി വ്യഭിചാരത്തിൽ നിന്നും മുക്ത ജീവിതമാണ്. ഒരിക്കലും ഹറാമായ തലത്തിലേക്ക് ആ കുട്ടി പോകില്ല. ജനിച്ചാലുടനെ വലത് കാതിൽ ബാങ്കും ഇഖാമത്തിനോടൊപ്പം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താലെങ്കിൽ